കൊളപ്പുള്ളിയിലെ വ്യാപാര സ്ഥാപന ഉടമ ധാർഷ്ട്യം അവസാനിപ്പിച്ച് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ തയ്യാറാകണമെന്ന് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി കെ ഗംഗാധരൻ. ചർച്ചയ്ക്ക് മുൻകൈയെടുക്കാനാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി തയ്യാറാകേണ്ടതെന്നും കെ ഗംഗാധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൊഴിലാളികളുടെ ജീവിക്കാനുള്ള പോരാട്ടമാണ് സമരം. ഇതിനെ മറ്റൊരു സമരത്തിലൂടെ നേരിടാനാകുമെന്നത് ചില വ്യാപാരികളുടെ വ്യാമോഹം മാത്രമാണെന്ന് കെ ഗംഗാധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ തൊഴിലാളി പ്രതിഷേധിക്കും. സമ്പത്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാമെന്ന ധാരണ വ്യാപാരി മുതലാളിമാർക്ക് വേണ്ട. തൊഴിലാളികളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏത് നീക്കത്തെയും CITU നേരിടുമെന്നും കെ ഗംഗാധരൻ വ്യക്തമാക്കി. ചുമട്ടുതൊഴിലാളികൾക്കെതിരായ നിലപാടിൽ നിന്ന് പിന്മാറി ആരോഗ്യകരമായ ചർച്ചകൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻകൈയെടുക്കണമെന്നും കെ ഗംഗാധരൻ ആവശ്യപ്പെട്ടു. എന്നാൽ തൊഴിലുടമയ്ക്ക് ആവശ്യം അവിടുന്ന് ചുമട്ടുതൊഴിലാളികൾ ഒരു പണിയെടുക്കാതെ അവിടുന്ന് ഒഴിവാകണമെന്നാണ്. അങ്ങനെ അന്നത്തെ കാലത്ത് ഏതാണ്ട് 20 കൊല്ലം പണിയെടുത്തിട്ടുള്ള തൊഴിലാളികൾ അവിടുന്ന് ഒഴിഞ്ഞു പോരണം എന്ന തൊഴിലുടമയുടെ ധാർഷ്ട്യം അംഗീകരിച്ചു കൊടുക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ തൊഴിലാളി സമൂഹത്തിനാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ നിരവധി തവണ ചർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ നടത്തി. ചർച്ചയായിട്ടൊന്നും അയാൾ സഹകരിക്കാൻ തയ്യാറായില്ല. അയാൾ രാത്രിയിൽ മദ്യം കഴിച്ച് അനാവശ്യമായ പോസ്റ്ററുകൾ ഇടുകയും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഈ പ്രകാശ് സീൽസിൻ്റെ പ്രകാശനുള്ളത്. അതൊരു കാരണവശാലും അംഗീകരിച്ച് പോകാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾ 27-ാം തീയതി മുതൽ പ്രത്യക്ഷ സമരം നടത്തുമെന്ന് പറഞ്ഞിട്ട് തൊഴിലുടമയ്ക്കും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനും ബന്ധപ്പെട്ട തലങ്ങളിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 17-ാം തീയതി തൊഴിലുടമയുടെ പ്രകോപനപരമായ നടപടി ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥാപനത്തിലത്തെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവിടെ പ്രത്യക്ഷ സമരം 18-ാം തീയതി രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ തൊഴിലുടമയായിട്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ മുൻപ് മുൻകൈയെടുത്ത പോലെ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണം എന്നാണ് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റിക്ക് വേണ്ടി പൊതുവായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. CITU ജില്ലാ കമ്മിറ്റി അംഗം MC ശ്രീനിവാസൻ, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി NP വിശ്വനാഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.